നമ്മൾ മലയാളത്തിൽ കാലം എന്ന് പറയും, ടെൻസ്. ഇംഗ്ലീഷിൽ ടെൻസ്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം 3 കാലങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മളിപ്പോൾ വർത്തമാനം പറയുന്ന വർത്തമാനകാലമെന്നും, കഴിഞ്ഞു പോയ കാലം ഭൂതകാലമെന്നും, വരാൻ പോകുന്ന കാലം ഭാവി കാലമെന്ന് പറയും. ഈ 3 കാലങ്ങളെ മലയാളത്തിലുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഈ കാലങ്ങളൊക്കെ പിന്നെയും 4 എണ്ണമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓരോ കാലങ്ങളെയും പിന്നീട് 4 എണ്ണം വീതം തിരിച്ചിരിക്കുന്നു. സോ in Malayalam we see there are 3 tenses. English also has the 3 tenses. At the same time, in English these tenses have been divided into 12. That means each tense is divided into 4. Okay? ഓരോന്നോരോന്ന് അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണോ, അതിലുപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഏതാണെന്നും ഏത് സന്ദർഭത്തിലാണ് ഇവയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എഴുതേണ്ട രീതി, വായിക്കേണ്ട രീതി, മനസ്സിലാക്കേണ്ട രീതി, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കും. ഒരു വ്യക്തി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ 4 തരത്തിലുള്ള സ്കില്ലാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഒന്ന് നമ്മൾ സ്വാഭാവികമായിട്ടൊരു ഭാഷ പഠിക്കും, മലയാളം പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ സ്വായത്തമാക്കിയ സ്കില്ല് സ്പീക്കിംഗ് സ്കില്ലാണ്. അതായത് ഉച്ചരിക്കാനുള്ള, സംസാരിക്കാൻ ആരും നമ്മളെ പഠിപ്പിച്ചതല്ല, സന്ദർഭം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പം ആക്ച്വലി ആദ്യം ഇംഗ്ലീഷ് നമ്മൾ മറ്റൊരു ഭാഷയായതുകൊണ്ട് സ്പീക്കിംഗ് സ്കിൽ ആദ്യമായി നമുക്ക് പഠിക്കാൻ കഴിയില്ല. ആദ്യമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് റൈറ്റിംഗ് സ്കില്ലല്ല. ആദ്യമായി നമ്മൾ പഠിക്കാൻ കഴിയുന്നത് റീഡിംഗ് സ്കില്ലാണ്. ആദ്യമായി സ്വായത്തമാക്കുന്നത് റീഡിംഗ് സ്കില്ലാണ്. അതിനുശേഷം നമ്മൾ റൈറ്റിംഗ് സ്കില്ലും, പിന്നീട് ലിസണിങ് സ്കില്ലും, 4മതായി സ്പീക്കിംഗ് സ്കില്ലുമാണ്. ഈ 4 സ്കിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു സെക്കൻഡ് ഭാഷ എന്ന രീതിയിൽ വളരെ കൃത്യമായി സ്വായത്തമാക്കാനാവും. മലയാളം നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട് സ്പീക്കിംഗ് സ്കില്ലും ലിസണിങ് സ്കില്ലുമാണ്. ലിസണിങ് സ്കില്ലിന് ശേഷം നമ്മൾ സ്പീക്കിംഗ് സ്കിൽ, പിന്നെ അതിനുശേഷം നമ്മൾ റീഡിംഗ് സ്കിൽ, ഏറ്റവും അവസാനമായിട്ട് റൈറ്റിംഗ് സ്കിൽ. ഇംഗ്ലീഷിൽ എഴുതാൻ നമ്മൾ ഏതൊക്കെ സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതണമെന്നോ നമ്മൾ കൃത്യമായി പഠിക്കാൻ ഈ ടെൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. എന്താണ് ടെൻസ് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുമാതിരി കാലം എന്നാണ് അതിൻ്റെ മലയാളം. മലയാളത്തിൽ നമ്മൾ കാലം എന്ന് പറയും. എന്താണ് കാലം? 3 തരത്തിലുള്ള കാലമാണ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം. ഓക്കെ, ഈ ഭൂതകാലവും ഭാവി കാലവും അതുപോലെ തന്നെ വർത്തമാനകാലവും ഇംഗ്ലീഷിൽ പിന്നെയും 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഉദാഹരണം ടെൻസ്. പ്രസന്റ് ടെൻസ്, ഇതിന് മലയാളത്തിൽ വർത്തമാനകാലം എന്ന് പറയും. പ്രസന്റ് ടെൻസ് വർത്തമാനകാലം എന്നാണ് പറയുക. കഴിഞ്ഞുപോയ കാലം പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, വരാൻ പോകുന്ന കാലം ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. ഇതാണ് നമ്മൾ പ്രസന്റ് ടെൻസ് വർത്തമാനകാലമെന്നും, പാസ്റ്റ് ടെൻസ് ഭൂതകാലമെന്നും, ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം എന്ന് പറയും. വർത്തമാനകാലം എന്ന് മലയാളത്തിൽ പറയുന്നത് പ്രസന്റ് ടെൻസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞുപോയ കാലം, ഭൂതകാലമാണ്. ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം, വരാനിരിക്കുന്ന കാലമാണ്. ഇത് ഓരോന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ മലയാളത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് പറയാണ്. ഞാൻ നാളെ മാർക്കറ്റിൽ പോകും എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, അതായത് വർത്തമാനകാലമാണ്.
അപ്പം മലയാളം അതോടുകൂടി അവസാനിച്ചു. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഓരോ ടെൻസും പിന്നെയും 4 എണ്ണമായി തരംതിരിക്കുകയാണ്. എക്സാമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താണ് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ? വർത്തമാനകാലം. ഈ വർത്തമാനകാലത്തെ ഇംഗ്ലീഷിൽ 4 തരംതിരിച്ചിരിക്കുന്നു. ഈ 4 എണ്ണം ഏതൊക്കെയാണ്? ഈ 4 എണ്ണം: ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. രണ്ടാമത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, NUOUS. മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. നാലാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, NUOUS. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ പാസ്റ്റ് ടെൻസിനെയും സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് തിരിച്ചിരിക്കുന്നു. ഫ്യൂച്ചർ ടെൻസിനെയും നമ്മൾ ഇത്തരം രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ഓരോ ടെൻസും വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായിരിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചുമാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ സെന്റൻസുകൾക്ക് വ്യത്യസ്തമായ ഹെൽപ്പിംഗ് വേർബാണ്. യഥാർത്ഥത്തിൽ ഒരു ടെൻസ് നിർണ്ണയിക്കുന്നത് ആ സെന്റൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് അഥവാ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചാണ്. എന്താണ് ഹെൽപ്പിംഗ് വേർബ് എന്നാണ്? ഈസ്, ആം, ഷാൾ, മൈറ്റ്, മേ എന്ന് തുടങ്ങുന്ന ഓക്സിലറി വേർബ്സ്, ഡസ്, ഡു, ഡിഡ് എന്നിവയും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തിനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കാം. Simple present is the first part of present tense. Present tense is divided into 4: simple present, present continuous, present perfect and present perfect continuous. Firstly, we have to take the simple present tense. What's the usage of present simple present? So firstly we see that in മലയാളത്തിൽ അങ്ങനെ ഒരു ടെൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അപരിചിതമാവാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോക സത്യങ്ങളും പറയാനാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോക സത്യങ്ങളും പ്രാപഞ്ചികമായ സത്യങ്ങളും പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: The sun rises in the east. The sun rises in the east. ഇത് ഒരു പ്രാപഞ്ചികമായ സത്യമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. എല്ലാ ദിവസവും എന്ന് കൂട്ടിച്ചേർത്താൽ കുറച്ചും കൂടി കറക്റ്റായി. എവറി ഡേ, എവറി മോർണിംഗ്. അതൊരു സങ്കല്പമാണ്. സൂര്യൻ ഉദിക്കുക എന്നുള്ളത് ഒരു സങ്കല്പമാണെങ്കിലും നമ്മൾ അതൊരു യാഥാർത്ഥ്യമായിട്ടാണ് കാണുന്നത്. The sun rises in the east every day. ഇത് ഒരു പ്രാപഞ്ചികമായ സത്യമാണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുന്നത്: He eats a banana every morning, every day. He eats a banana every morning. അയാൾ ഒരു ബനാന എല്ലാ ദിവസവും കഴിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ എന്താണ്? പ്രാപഞ്ചികമായ സത്യമല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ ഒരു സംഭവം, അതായത് പതിവായി ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻസ്, ഹാബിച്വൽ ആക്ഷൻസ് അതിൽ പെടുന്നതാണ്, ഹാബിച്വൽ ആക്ഷൻസിൽ പെടുന്നതാണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസും പ്രാപഞ്ചികമായ സത്യങ്ങളും, അതായത് യൂണിവേഴ്സൽ ട്രൂത്തും നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോക സത്യങ്ങളും പറയാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്.
ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത് ഡു എന്നും ഡസ് എന്നുമാണ്. ഡു എന്നും ഡസ് എന്നുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഡു എന്ന് ഉപയോഗിക്കാറില്ല, എല്ലാത്തിൻ്റെയും കൂടെ ഡസ് ഉപയോഗിക്കാറില്ല. സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. If the subject is I, if the subject is you, if the subject is we, if the subject is they, if the subject is we or plural, if the subject is plural, we will use only do as the helping verb. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യുന്ന ആള്, കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. കർത്താവ് ഐ ആണെങ്കിൽ, കർത്താവ് യു ആണെങ്കിൽ, കർത്താവ് ദേ ആണെങ്കിൽ, കർത്താവ് വി ആണെങ്കിൽ, കർത്താവ് പ്ലൂരൽ ആണെങ്കിൽ ഡു ആണ് നമ്മൾ ഉപയോഗിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മലയാളം വേർഡ് പോലെ നമുക്ക് വായിച്ചെടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റും. ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ ഡു. ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ ഡു. ഓക്കെ, ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ ഡു. ഇനി മറ്റ് സബ്ജക്റ്റുകൾ ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ, ഇതാണെങ്കിൽ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുക. ഡസ് ആണ് ഉപയോഗിക്കുക. എന്താണ് സബ്ജക്റ്റ് എന്നത് കൂടി ഇതിനിടയ്ക്ക് പറയേണ്ടതുണ്ട്. എന്താണ് സബ്ജക്റ്റ് എന്നാണ്? വ്യത്യസ്തമായ സബ്ജക്റ്റ്, വ്യത്യസ്തമായ പ്രോനൗൺ. ഇത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ആണ്, ഞാൻ. ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി ആണ്, ഞങ്ങൾ, നമ്മൾ. ഇത് രണ്ടും പറയുന്നത് വി വെച്ചാണ്. സോ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ഐ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി. ഇനി സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, നീ എന്ന് ഒരാളോട് പറയും. സെക്കൻഡ് പേഴ്സൺ പ്ലൂരലും യു തന്നെയാണ്. നിങ്ങൾ, നിങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്ന് തന്നെ പറയും. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്. ഹി എന്ന് പറഞ്ഞാൽ അയാൾ, അദ്ദേഹം എന്നൊക്കെ പറയും. അയാൾ, അദ്ദേഹം. ഷീ, അവൾ. കുറച്ച് പ്രായമുള്ള, ബഹുമാനിക്കപ്പെടുന്ന കുറച്ച് പ്രായമുള്ള സ്ത്രീ ആണെങ്കിൽ അവർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ്, അത്, ഇത്, അത്, ഇത് എന്നാണ് ഉപയോഗിക്കുന്നത്. തേർഡ് പേഴ്സൺ പ്ലൂരൽ ദേ ആണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, നീ, സെക്കൻഡ് പേഴ്സൺ പ്ലൂരൽ യു, നിങ്ങൾ, ആൻഡ് തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, തേർഡ് പേഴ്സൺ പ്ലൂരൽ ദേ. ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഓരോ ഓക്സിലറി വേർബ്, ഓരോ ഹെൽപ്പിംഗ് വേർബ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിനാണ് നമ്മൾ പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഐ, യു, ദേ, വി പ്ലസ് പ്ലൂരൽ ഡു എന്നും, ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ ഡസ് എന്നും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് ഉപയോഗിക്കുന്നത്. ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ ഡു, ഹി, ഷീറ്റ് പ്ലസ് സിംഗുലർ ഡസ്, ഹി, ഷീറ്റ് പ്ലസ് സിംഗുലർ ഡസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ടെൻസിലേക്ക് തന്നെ വരാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോക സത്യങ്ങളും പ്രാപഞ്ചികമായ സത്യങ്ങളും പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഐ സബ്ജക്റ്റായി വെച്ച് തന്നെ പറയാണ്. ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ഐ ഡു ഗോ ടു മാർക്കറ്റ് എവറി ഡേ. ഐ ഡു ഗോ ടു മാർക്കറ്റ് എവറി ഡേ എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഡു ഉപയോഗിക്കാറില്ല. ഐ ഗോ ടു മാർക്കറ്റ് എവറി ഡേ എന്നാണ് പറയാം. ഐ ഗോ ടു മാർക്കറ്റ്
എവരിഡേ, ഞാൻ ദിവസവും ചന്തയിലേക്ക് പോകുന്നു. ഞാൻ ദിവസവും പോകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനി how to change this sentence into negative? നമ്മൾ when we are changing a sentence into negative, we must use not with auxiliary verb, not with helping verb. I go to market every day എന്നുള്ളത് നെഗറ്റീവ് ആക്കി മാറ്റാൻ I do not go to market every day എന്നാണ് പറയാം. I do not go to market every day. Okay, I do not go to, I go to market every day, I do not go to market every day. അടുത്തത് ഇത് ഉത്തരമായി കിട്ടാൻ നമ്മളൊരു ചോദ്യം ചോദിക്കണം. Do I go to market every day? Do എങ്ങനെയാണ് വന്നത്? ഈ ഓക്സിലറി വേർബ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ do I go to market every day? Do I go to market every day? Yes. ഉത്തരം yes എന്നോ no എന്നോ കിട്ടുന്നു. ഇനി അത് നെഗറ്റീവ് ചോദ്യം, ഡോണ്ട് ഐ ഗോ ടു മാർക്കറ്റ് എവരി ഡേ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഡോണ്ട് ഐ ഗോ ടു മാർക്കറ്റ് എവരി ഡേ? ഞാൻ ദിവസവും മാർക്കറ്റിൽ പോകുന്നില്ലേ? ഞാൻ ദിവസവും മാർക്കറ്റിൽ പോകുന്നു എന്നാണ് ഡു ഐ ഗോ ടു മാർക്കറ്റ് എവരി ഡേ. ഡോണ്ട് ഐ ഗോ ടു സ്കൂൾ, ഡോണ്ട് ഐ ഗോ ടു മാർക്കറ്റ് എവരി ഡേ? ഞാൻ ദിവസവും മാർക്കറ്റിൽ പോകുന്നില്ലേ? ഡോണ്ട് ഐ ഗോ ടു മാർക്കറ്റ് എവരി ഡേ. ഇത്തരം 4 സെന്റൻസുകൾ. ഒന്ന് പോസിറ്റീവ് സെന്റൻസ്, സെക്കൻഡ് വൺ നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഐക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ദേവി വെച്ച് പഠിക്കും. യു buy every Sunday. You buy a sari every Sunday. You buy a sari every Sunday എന്ന് പറഞ്ഞാൽ you do buy a sari every Sunday എന്നാണ് അർത്ഥം. This is a positive sentence and we can change the sentence into negative. You do not, ചുരുക്കി പറയുമ്പോൾ don't, you do not buy a sari every Sunday. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു സാരി വാങ്ങുന്നു, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഒരു സാരി വാങ്ങുന്നില്ല. നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ ചോദ്യമാണ്, ഡു യു ബൈ എ സാരി എവറി, ഡു യു ബൈ എ സാരി every Sunday? Do you buy a sari every Sunday? ഉത്തരം yes എന്നോ no എന്നോ കിട്ടും. ഇനി വാങ്ങുന്നില്ലേ, don't you buy a sari every Sunday? Don't you buy a sari every Sunday? ഇവിടെ സബ്ജക്റ്റ് യു ആണോ? ഈ യുന് പകരം നമ്മൾ യുവിന് പകരം നമ്മൾ ഐ, യു, ദേ, വി പ്ലസ് എല്ലാത്തിനും ഇതേ സംഭവം തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും വെക്കുന്നത്. യെസ്. അടുത്ത് ദേ വെച്ചിട്ട് they go to church every Sunday. They go to church every Sunday. അതിനർത്ഥം they do go to Sunday എന്നാണ്. അത് how to change the sentence into negative? They do not go to Sunday. They do not go to church every Sunday. They do not go to church every Sunday. ഇത് ചോദ്യം, do they go to church every Sunday? Church every Sunday? ചോദ്യമാണ്. ഉത്തരം yes എന്നോ no എന്നോ കിട്ടും. ഇത് നെഗറ്റീവ് ചോദ്യം. Don't, അവർ പോകുന്നില്ലേ? Don't they go to Sunday? Don't they go to church every Sunday?
ചോദ്യമാണ്. യെസ് എന്നോ നോ എന്നോ ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഐ യു വെച്ച് പഠിച്ചു. ഇപ്പം ദേ ആണ് സബ്ജക്റ്റ്. ഇനി വി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വി പർച്ചേസ് a shirt every morning, every evening. We purchase a shirt every evening. Okay. We negative. We do not എന്നുള്ള ചുരുക്കി do not purchase a shirt every evening. ഇക്കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട്. How can you change the sentence into question? Do we purchase a shirt every Sunday, every evening? Question ആണ്. Don't we purchase a shirt every evening? ഇല്ലേ എന്നാണ് ഉത്തരം. ഇല്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ ഷർട്ട് എവറി ഈവനിങ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ. ഇനി നമ്മൾ പ്ലൂരൽ വെച്ച്, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം എന്നാണ് അർത്ഥം. ബഹുവചനം, ഒന്നിൽ കൂടുതലാണ് ബഹുവചനം എന്ന് പറയുന്നത്. ഉദാഹരണം, birds fly. Birds fly every morning. In the every morning എന്നുള്ളത് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബേർഡ്സ് ഡു ഫ്ലൈ, അതാണ് ഉദ്ദേശം. അപ്പം ഡു നമ്മൾ കാണാറില്ല. അപ്പം ഇത് പ്ലൂറലാണ്, ബഹുവചനമാണ്. ബേർഡ്സ് do not fly. Don't എന്നോ do not എന്നോ ചേർക്കണം. Fly every morning. Birds do the birds ഒരു പ്രത്യേക വേർഡ് ആണെങ്കിൽ birds do the birds fly every morning. ചോദ്യമാണ്. ഡു മോർണിംഗ്. അടുത്തത് ഡോണ്ട് ദ ബേർഡ്സ് ഫ്ലൈ എവറി മോർണിംഗ്. പറക്കുന്നില്ലേ? ഒന്ന് പറക്കുന്നോ, മറ്റൊന്ന് നെഗറ്റീവ് ചോദ്യമാണ്, പറക്കുന്നില്ലേ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്ലൂരൽ സബ്ജക്റ്റായി വരുമ്പോൾ, ഐ യു ദേ വി പ്ലസ് പ്ലൂരൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇനി ഹി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ഹി ഷീ ഇറ്റ് പ്ലസ് സിംഗുലർ. ഹി ഷീ ഇറ്റ് പ്ലസ് സിംഗുലർ ആണ് പഠിക്കുന്നത്. ഹി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹീയുടെ കൂടെ ഡസ് ആണ് ചേർക്കുക. ഹി ഡസ് ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ every evening. He does drink a cup of tea every evening. He does ഈ ഡ്രിങ്കിന്റെ കൂടെ വേർബിന്റെ കൂടെ അലിയുമ്പോൾ drinks. He drinks a cup of tea every morning or every evening എന്നാണ്. He drinks a cup of tea every evening. അപ്പോൾ how can you change the sentence into negative? He does not drink. He does not എന്നുള്ള ചുരുക്കി പറയുമ്പോൾ does not drink a cup of tea every evening. Okay, he does not drink a cup of tea every evening. ചോദ്യം does he drink? പോസിറ്റീവ് ചോദ്യമാണ്. does he drink a cup of tea every evening? ചോദ്യമാണ്.
Does he drink a cup of tea every evening? നെഗറ്റീവ് ചോദ്യം, doesn't he drink a cup of tea every evening? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്സിലറി വേർബ് പുറത്തേക്ക് എടുക്കുമ്പോൾ, ഓക്സിലറി വേർബ് സെന്റൻസിൽ കാണുമ്പോൾ വേർബ് എപ്പോഴും അതിന്റെ ബേസിക് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഡസ് പുറത്ത് കാണുമ്പോൾ നമ്മൾ ഡ്രിങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഡസ് നോട്ട് വെക്കുമ്പോഴും ഡ്രിങ്ക് അതിന്റെ വേർബിന്റെ ബേസിക് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുക. അത് നമ്മൾ കൂടിച്ചേരുമ്പോൾ ഡ്രിങ്ക്സ് എന്നായി മാറും. Does he drink a cup of tea? Doesn't he drink a cup of tea every evening? ഇത്തരം ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഹീക്ക് പകരം ഷീ. She eats ghee rice every week. She eats ghee rice every week. അപ്പോൾ ഷീ എന്നുള്ളതിൽ കൂടെ ഡസ് ആണ് ചേർക്കുക. ഡസ്. അപ്പോൾ ഈറ്റ് ഉണ്ടാക്കി. ഷീ ഡസ് ഈറ്റ് ഗീ റൈസ് എവറി ഡേ, എവറി വീക്ക്. അപ്പം നമ്മൾ ഡസ് ഇതിന്റെ കൂടെ അലിഞ്ഞു പോകുമ്പോൾ ഷീ ഈറ്റ്സ് ഗീ റൈസ് എവറി വീക്ക് എന്നാണ് ഉത്തരം കിട്ടുക. ഓക്കെ. അപ്പം ഇനി അടുത്തത്, ഷീ ഡസ് നോട്ട് ഈറ്റ് ഗീ റൈസ് എവറി വീക്ക് എന്നാണ് ഉത്തരം കിട്ടുക. ഡസ് ഷീ ഈറ്റ് ഗീ റൈസ് എവറി വീക്ക്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഡസൻറ്റ് ഷീ ഈറ്റ് ഗീ റൈസ് എവറി വീക്ക്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പോൾ ഹി, ഷീ, ഇറ്റും ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഒരു പക്ഷിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്, അല്ലെങ്കിൽ ഒരു ജീവിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഡസ് സിംഗ് എ സോങ് എവറി നൈറ്റ്. അപ്പോൾ ഇറ്റ് ഡസ് സിംഗ് എ സോങ് എന്നുള്ളത് ഡസ് ഇതിന്റെ കൂടെ അലിഞ്ഞു പോയി. It sings a song every night. It does not. How to change the sentence into negative? It does not. ചുരുക്കി പറയുമ്പോൾ does not sing a song every night. Okay. Does it sing a song every night? Does it sing a song every night? Yes and no. No എന്നോ ഉത്തരം കിട്ടും. Does not it sing a song every night? Okay, ഇത്തരം കാര്യങ്ങൾ. It sings a song every night. It does not sing a song every night. Does it sing a song every night? Doesn't it sing a song every night? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ നമ്മൾ പഠിച്ചു. ഇനി ഒരു സിംഗുലർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ച് പഠിക്കുകയാണ്. ഏതെങ്കിലും ഒരു സിംഗുലർ സബ്ജക്റ്റ്. രാജു സിംഗുലർ സബ്ജക്റ്റ് ആണ്. രാജു ആൻഡ് കൃഷ്ണ എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. രാജു ഡസ് ഡ്രൈവ് എ കാർ. അടുത്തതായിട്ട് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ്. ബാബു എന്നോ രാജു എന്നോ കൃഷ്ണൻ എന്നോ ഒക്കെ ഉപയോഗിക്കുന്ന ബേർഡ് എന്നോ കൗ എന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഒന്നിൽ കൂടുതൽ
കാര്യങ്ങളുള്ളതാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ്. ഉദാഹരണമായിട്ട് ബാബു ഡസ് ഡ്രൈവ് എ കാർ എവറി ഇയർ അല്ലെങ്കിൽ എവറി ഡേ. ബാബു ഡസ് ഡ്രൈവ് എ കാർ എവറി ഡേ. ഈ ഡസ് നമ്മൾ ഇതിന്റെ കൂടെ അലിഞ്ഞിട്ട് ഡ്രൈവ്സ് എന്നാവുന്നു. ബാബു ഡ്രൈവ്സ് എ കാർ എവറി ഡേ. ബാബു ഡ്രൈവ്സ് എ കാർ എവറി ഡേ. ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത് നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ബാബു ഡസ് നോട്ട് ഡ്രൈവ് എ കാർ every day. Babu does not drive a car every day. Babu does not drive a car every day. ബാബു ദിവസവും ഒരു കാർ ഓടിക്കുന്നില്ല. ഇത് ചോദ്യമാണ്. Does ബാബു drive a car every day? Does ബാബു drive a car every day? ചോദ്യമാണ്. യെസ് എന്നോ നോ എന്നോ ഉത്തരം കിട്ടും. ഇനി നെഗറ്റീവ് ചോദ്യം, doesn't Babu drive a car every day? Doesn't Babu drive a car every day? ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നു. അതായത് ഇതിലിപ്പോൾ ഡസ് പുറത്തെടുക്കുകയാണെങ്കിൽ, ഓക്സിലറി വെർബ് പുറത്ത് കാണുകയാണെങ്കിൽ ഒരിക്കലും അത് വെർബ് ഡസ് ഫോമിൽ വരില്ല. അത് നമ്മൾ ഇതിന്റെ കൂടെ അലിഞ്ഞു പോകുമ്പോൾ ഡ്രൈവ്സ് എന്നായി മാറുകയാണ്. Babu drives a car every day. Babu does not drive a car every day. Does Babu drive a car every day? Doesn't Babu drive a car every day? എന്താണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? Does Babu drive a car every day? ബാബു ദിവസവും കാർ ഓടിക്കുന്നു. Doesn't Babu drive a car every day? ബാബു ദിവസവും കാർ ഓടിക്കുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്സ്. പതിവായി ചെയ്യുന്ന കാര്യങ്ങളും ലോക സത്യങ്ങളും പറയാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു, ഡസ് എന്നിവയാണ്. ഐ, യു, ദേ, വി പ്ലസ് പ്ലൂറൽ ഡു എന്നും, ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡസ് എന്നും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൽ നമ്മൾ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. എന്താണ് ടൈം വേർഡ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവറി ഡേ, എവറി എന്ന് തുടങ്ങുന്നു. എവറി, എവറി ഡേ, എവറി വീക്ക്, എവറി മോർണിംഗ്, എവറി നൈറ്റ്, എവറി വീക്ക്, എവറി ഇയർ, എവറി 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 ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എവറി ഡേ എന്നുള്ളതാണ്. ഓക്കെ. അടുത്തതായിട്ട് ഓഫൺ, പലപ്പോഴും എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. പലപ്പോഴും. ഫ്രീക്വൻലി, ഫ്രീക്വൻലി അടുത്തതാണ് ടൈം വേർഡ്. എവറി, often, frequently, rarely, hardly എന്ന നമ്മൾ നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഹാർഡ്ലി, അതുപോലെ ഒക്കേഷൻലി, ഒക്കേഷൻലി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുന്ന ടൈം വേർഡ്സ് ആണ്. എവറി ഡേ, എവറി ഇയർ, എവറി മന്ത്, ഓഫൺ, ഹാർഡ്ലി, ഫ്രീക്വൻലി, ഒക്കേഷൻലി ഇതൊക്കെ ഇതിൽ കാണുന്ന ടൈം വേർഡ്സ്. ദേ ആർ കോൾഡ് ടൈം വേർഡ്സ്. കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത് കാണുമ്പോൾ നമ്മൾക്ക് ഏത് ടെൻസ് ആണെന്ന് തിരിച്ചറിയും. എവറി ഇയർ, ഓഫൺ, അതുപോലെ ഫ്രീക്വൻലി, ഒക്കേഷൻലി, റയർലി, ഹാർഡ്ലി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും ഈ ടെൻസ്, ദിസ് ടെൻസ് ബിലോങ്സ് ടു സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.